ബ്ലാക്ക് ബിയർഡ്, വില്യം കിഡ്, ഫ്രാൻസിസ് ഡ്രേക്ക്, ബാർത്തലോമിയോ റോബർട്സ് ഇവരെയൊക്കെ പോലെയുള്ള കടൽക്കൊള്ളക്കാരുടെ ജീവിത കഥകൾ വായിക്കാനും കേൾക്കാനുമൊക്കെ വളരെ രസകരമാണ്. ഉദ്യോഗജനകമായ സംഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും പലപ്പോഴും ഇത്തരം കടൽക്കൊള്ളക്കാരുടെ ജീവിതം. പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ പോലെയുള്ള ചിത്രങ്ങൾ വലിയ വിജയം കൊയ്തതും ഇവരെപ്പറ്റി നിലനിൽക്കുന്ന ദുരൂഹതകൾ കൊണ്ടായിരിക്കാം. എന്നാൽ ഈ സിനിമകളിലും പൈറേറ്റ്സിനെ പറ്റിയുള്ള ബുക്കുകളിലുമൊക്കെ ഉള്ളതുപോലെ അത്ര നല്ലവരൊന്നുമല്ല ഈ കടൽക്കൊള്ളക്കാർ. ശരിക്കും പറഞ്ഞാൽ നിരപരാധികളായ മനുഷ്യരുടെ രക്തം കൊണ്ട് എഴുതിയ കഥകളാണ് ഈ കടൽക്കൊള്ളക്കാരുടേത്. പണത്തിനും സ്വർണത്തിനും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾക്കും വേണ്ടി അനേകം മനുഷ്യരുടെ ജീവനുകളെടുത്ത മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങൾ തന്നെയായിരുന്നു അവർ. ഇന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ പോലെയുള്ള ചിത്രങ്ങളും ബുക്കുകളുമൊക്കെ ഇവരെ ഹീറോകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കടൽക്കൊള്ളക്കാർ കുട്ടികളെന്നും സ്ത്രീകളെന്നും വേർതിരിവില്ലാതെ അവരെ അതിക്രൂരമായി കൊല ചെയ്തും ശാരീരികമായും മാനസികമായും ലൈംഗികമായും വരെ പീഡനങ്ങൾ നടത്തിയും ജീവിതം നയിച്ചു വന്നവരായിരുന്നു. ലോകത്ത് സമുദ്രമാർഗം കച്ചവടങ്ങൾ തുടങ്ങിയ കാലം മുതൽ തന്നെ കടൽക്കൊള്ളക്കാരും രൂപം കൊണ്ടിരിക്കാം. ആദ്യത്തെ കടൽക്കൊള്ളക്കാരൻ ആരായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായൊന്നും പറയാൻ സാധിക്കുകയില്ല. എങ്കിലും ഈ മേഖലയിൽ കുപ്രസിദ്ധരായ ഒരുപാട് പേരെപ്പറ്റി നമ്മൾ വായിക്കുകയും സിനിമകളിലൂടെയും മറ്റും അറിയുകയും ചെയ്തിട്ടുണ്ടാകാം. ചരിത്രത്തിൽ വ്യക്തമായ രൂപത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എങ്കിലും പുരുഷ മേധാവിത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ കടൽക്കൊള്ള എന്ന മേഖലയിൽ ഒരു സമുദ്രം മുഴുവൻ അടക്കി വാണിരുന്ന ഒരു കടൽക്കൊള്ളക്കാരിയും ഉണ്ടായിരുന്നു. ദക്ഷിണ ചൈന കടൽ തീരങ്ങളിൽ ഭീതി വിതച്ചിരുന്ന 400 കപ്പലുകളുടെയും 60,000 മുതൽ 70,000 വരെ വരുന്ന കടൽക്കൊള്ളക്കാരായ ഒരു വലിയ സംഘത്തിന്റെ നേതാവുമായിരുന്നു അവർ. ഷി സാങ്ക്യു എന്നും ഷെങ് യെങ് എന്നും ചിങ് ഷി എന്നുമൊക്കെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഷെങ് ഈ സാവോയാണ് ഈ കടൽക്കൊള്ളക്കാരി. ചൈനീസ് പേരുകളായതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കാൻ കുറച്ച് പാടൊക്കെ ഉണ്ടാകും. എങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഈ പേരുകളൊക്കെ നമ്മളെ കൂടുതൽ ആകർഷിക്കാൻ തുടങ്ങുമ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമായി മാറിക്കോളും. അങ്ങനെ 1800 കാലഘട്ടങ്ങളിൽ കടലിലും കരയിലും പേൽ നദിക്കരയിലെ ഗ്രാമങ്ങളിലും വരെ ഭയം വിതച്ചിരുന്ന ഷെങ് ഈ സാവോയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തെ കീഴടക്കാൻ അന്ന് വൻ ശക്തികളായിരുന്ന ചൈനീസ്, പോർച്ചുഗൽ സാമ്രാജ്യങ്ങൾ ഒന്നായി പോരാടി. എന്നിട്ടും ഈ കടൽക്കൊള്ള സംഘത്തെ കീഴടക്കാൻ അവർക്ക് സാധിച്ചതുമില്ല. ദാരിദ്ര്യത്തിൽ നിന്നും ദക്ഷിണ ചൈന കടലിൽ കപ്പലുകളിൽ ഒരു വൻ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ഷെങ് ഈ സാവോയുടെ ജീവിതത്തിലെ സംഘർഷഭരിതമായ ദിനങ്ങളിലേക്കാണ് ഇന്ന് ഫ്ലാഷ് ബാക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. ഇതുവരെ എൻ്റെ വീഡിയോകൾ കണ്ടു കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. ദയവായി അതൊന്ന് ശ്രദ്ധിക്കണം. കൂടുതൽ കഥകൾ ചെയ്യാൻ എനിക്ക് അതൊരു പ്രേരണ തന്നെയാണ്. അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കഥയിലേക്ക് കടക്കാം. ചൈനയുടെ തെക്ക് കിഴക്കൻ പ്രദേശമായ സൺ വൂയി എന്നും ക്വീക്സിയാങ് എന്നുമൊക്കെ അറിയപ്പെടുന്ന സിൻഹുയി നഗരം. 1800 കാലഘട്ടത്തിൽ ഈ ഭൂപ്രദേശത്ത് മനുഷ്യന് വാസയോഗ്യമായ പ്രദേശങ്ങൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രണാതീതമായ ജനപ്പെരുപ്പം ഈ മേഖലയിലുള്ളവർക്ക് തൊഴിലുകൾ ഇല്ലാതെയാക്കി. മാത്രമല്ല, ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുന്ന കലാപങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്ന മംഗോളിയൻ ഗോത്രങ്ങളുടെ ആക്രമണങ്ങളും ഒക്കെ ഈ മേഖലയിലെ മനുഷ്യജീവിതം വളരെ ദുസ്സഹമാക്കി. ഇതിൻ്റെയൊപ്പം ചൈനീസ് ഭരണകൂടം അക്കാലത്ത് ഏർപ്പെടുത്തിയിരുന്ന ഭീമമായ നികുതി സമ്പ്രദായങ്ങൾ അവിടെയുള്ള മനുഷ്യരെ കൂടുതൽ ദുരിതത്തിലാക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ വാസയോഗ്യമായ മറ്റിടങ്ങൾ തേടിപ്പോകാൻ കാരണമാക്കി. നല്ല വാസസ്ഥലത്തിനായി മറ്റ് നാടുകളിലേക്ക് കൂട്ടമായി മനുഷ്യർ ഇവിടെ നിന്നും പലായനം ചെയ്യാൻ തുടങ്ങി. ഇക്കൂട്ടത്തിൽ മത്സ്യബന്ധനം നടത്തി ജീവിച്ചിരുന്ന ആളുകൾ കണ്ടെത്തിയ മാർഗം മറ്റൊന്നായിരുന്നു. താമസിക്കുവാനായി അവർ ഫ്ലോട്ടിംഗ് ബോട്ടുകൾ ഉപയോഗിക്കുകയായിരുന്നു. കരയിൽ നിന്ന് മാറി ഒഴുകി നടക്കുന്ന ജങ്കാറുകൾ പോലെയുള്ള ബോട്ടുകൾ അവർ അവരുടെ വീടുകളാക്കി മാറ്റി. ഇവർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം അവർ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഫ്ലോട്ടിംഗ് ബോട്ടുകളിൽ ജീവിതം തുടങ്ങിയ അവർ കാലം ചെല്ലുന്തോറും ഒരു വലിയ കൂട്ടമായി മാറി. ശാന്തമായ സമുദ്രനിരപ്പിൽ ഓളം തല്ലി നിൽക്കുന്ന ഒരു ഗ്രാമമായി ഇത് മാറി. കരയിൽ നിന്ന് മാറി ഇങ്ങനെ ജീവിക്കുന്നവർക്ക് നികുതി നൽകേണ്ടി വന്നില്ല എങ്കിലും ചൈനീസ് ഭരണ പ്രദേശങ്ങളിൽ അവർക്ക് നിയമാനുസൃതമായി ജോലി ചെയ്യാനുള്ള അവസരവും നൽകിയിരുന്നില്ല. അങ്ങനെ കാലക്രമേണ ഫ്ലോട്ടിംഗ് ബോട്ടുകളിൽ ജീവിക്കുന്നവർക്കിടയിൽ അവരുടേതായ ജീവിത രീതികൾ രൂപപ്പെട്ടു. പുരുഷന്മാർ ബോട്ടുകൾ വിട്ട് മത്സ്യബന്ധനം പോലെയുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ ബോട്ടുകളിൽ തന്നെ കുട്ടികളെ നോക്കി കഴിഞ്ഞുകൂടി. ഈ ബോട്ടുകളിൽ ജനിച്ച് ബോട്ടുകളിൽ തന്നെ ജീവിതം നയിച്ചുകൊണ്ട്
കരകാണാതെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ഭൂരിഭാഗം വരുന്ന സ്ത്രീകളും. ഇങ്ങനെ ജീവിച്ചു വരുന്നവരിൽ ചില സ്ത്രീകൾ ദാരിദ്ര്യം കാരണം ഭക്ഷണത്തിനുള്ള വക കണ്ടെത്താനായി ലൈംഗിക തൊഴിലാളികളായി ജീവിക്കാനും തുടങ്ങി. അങ്ങനെ പോകെ പോകെ ഈ ഫ്ലോട്ടിംഗ് ബോട്ടുകൾക്കിടയിൽ വേശ്യാവൃത്തി നടത്തുന്ന പ്രത്യേകതരം ബോട്ടുകളും രൂപപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ഫ്ലോട്ടിംഗ് ബോട്ടുകളിൽ താമസിച്ചിരുന്ന കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു ചെറു കപ്പൽ തരപ്പെടുത്തി രാത്രികാലങ്ങളിൽ സമുദ്രതീരങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ ചെറിയ രീതിയിലുള്ള കൊള്ളകൾ നടത്താൻ തുടങ്ങി. പതിയെ പതിയെ ഫ്ലോട്ടിംഗ് ബോട്ടുകളിലെ ആരോഗ്യമുള്ള പുരുഷന്മാരുടെ ഒരു സൈഡ് ബിസിനസ്സായി ഈ കൊള്ളസംഘ പ്രവർത്തനങ്ങൾ വളർന്നു വന്നു. പതിയെ പതിയെ അവർക്കിടയിൽ ക്യാപ്റ്റന്മാരും അവർ നടപ്പിലാക്കിയ നിയമങ്ങളും കടന്നു വരുന്നു. ഇങ്ങനെയുള്ള കൊള്ളകൾ നടത്തുന്നത് കൂടുതൽ ലാഭകരമാണെന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ മറ്റു ജോലികൾക്ക് പോകാതെ കടൽക്കൊള്ളയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. വേറെയും കടൽക്കൊള്ള സംഘങ്ങൾ ഇവർക്കിടയിൽ വളർന്നു വന്നു. ഇതോടെ തമ്മിൽ മത്സരവും വൈര്യവും അവർക്കിടയിൽ വളർന്നു വരുന്നു. എങ്കിലും ഈ കടൽക്കൊള്ളക്കാരെ ഒരുമിച്ച് നിർത്തി ഒരു വലിയ ശക്തിയാക്കി മാറ്റി അവരെ നയിക്കാനായി മുന്നോട്ട് വന്നവരുടെ കൂട്ടത്തിൽ പ്രധാനികളായ ക്യാപ്റ്റന്മാരായിരുന്നു ഷെങ് ഇ ലിയാൻഫു എന്നും ഷെങ് ജിയാൻ എന്നും പേരുള്ള സഹോദരങ്ങൾ. ഇവരുടെ കാലശേഷം, അതായത് 1800 തുടക്കത്തിൽ ഇവരുടെ തന്നെ മക്കളായ ഷെങ് ഇയും ഷെങ് ക്വിയും ഈ കടൽക്കൊള്ള സംഘത്തിന്റെ തലപ്പത്തേക്ക് വരുന്നു. ഇരുവരും ചേർന്നാണ് പിന്നെ ഈ കൊള്ള സംഘത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ രണ്ടു പേരുടെയും നേതൃത്വത്തിലുള്ള കടൽക്കൊള്ള സംഘത്തിന്റെ കഥ നമുക്ക് ഇവിടെ അല്പനേരം നിർത്തിയിട്ട് നമുക്ക് വീണ്ടും പിന്നിലേക്ക് ഒന്നുകൂടെ പോകാം. അതായത് 1775 ഒന്നുകൂടി പോയിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ കരയിൽ നിന്ന് മാറി ഫ്ലോട്ടിംഗ് ബോട്ടുകൾ വീടുകളാക്കി ജീവിക്കുന്ന ഒരു സമൂഹത്തെ പറ്റി. അവർക്കിടയിൽപ്പെട്ട സ്ത്രീകൾ ദാരിദ്ര്യം കാരണം സ്വന്തം ശരീരം വിറ്റ് ജീവിക്കാൻ തുടങ്ങുകയും ഈ ഫ്ലോട്ടിംഗ് ബോട്ടുകൾക്കിടയിൽ ചില ബോട്ടുകൾ വേശ്യാലയങ്ങളായി മാറുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ബോട്ടിലാണ് 1775 നമ്മുടെ നായികയായ ഷെങ് ഇ സാവോ ജനിക്കുന്നത്. മാതാപിതാക്കൾ ആരെന്നോ എന്താണെന്നോ ഒന്നും നിലവിൽ വ്യക്തമായ വിവരങ്ങളൊന്നുമില്ല. മുന്നേ തന്നെ വേശ്യാലയങ്ങളായി മാറിക്കഴിഞ്ഞിരുന്ന ഈ ഫ്ലോട്ടിംഗ് ബോട്ടിലെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. ഷെങ് ഇ സാവോയ്ക്ക് ദാരിദ്ര്യം കാരണം തൻ്റെ 6ാമത്തെ വയസ്സ് മുതൽ ശരീരം വിറ്റ് ജീവിക്കാൻ നിർബന്ധിതയാകേണ്ടി വന്നു. ആഹാരത്തിനായി വെറും 6 വയസ്സുള്ള കുട്ടികൾ പോലും ശരീരം വിൽപ്പനയിൽ ഏർപ്പെടേണ്ടി വന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദാരിദ്ര്യവും ദുസ്സഹമായ ജീവിതവും ഒക്കെ ഊഹിക്കാൻ സാധിക്കും. ഷെങ് ഇ സാവോയുടെ ബാല്യകാലത്തെക്കുറിച്ച് വിശ്വസ്തമായ അധികം ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമല്ല. എങ്കിലും ബാല്യകാലത്തിൽ തന്നെ തുടങ്ങിവെച്ച ഈ വേശ്യാവൃത്തി മുന്നോട്ടും അവർ തുടരുകയാണ് ഉണ്ടായത്. കൗമാരത്തിലേക്ക് കടന്നതോടെ ഈ മേഖലയിൽ അന്നുണ്ടായിരുന്ന മറ്റു സ്ത്രീകളെക്കാൾ വളരെ പെട്ടെന്ന് ഷെങ് ഇ സാവോ പ്രശസ്തി നേടാൻ തുടങ്ങി. കൗമാരഘട്ടത്തിൽ അതിസുന്ദരിയായി മാറിയ ഷെങ് ഇ സാവോ അന്നുണ്ടായിരുന്ന വലിയ വ്യാപാരികളുടെയും പ്രഭുക്കന്മാരുടെയും മംഗോളിയൻ സൈനിക തലവന്മാരുടെയും മാത്രമല്ല ചൈനീസ് സാമ്രാജ്യത്തിലെ പല പ്രമുഖരുടെയും പ്രീതി നേടിയെടുക്കുന്നു. ഷെങ് ഇ സാവോയുടെ പ്രശസ്തി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതോടെ അവരുടെ ബോട്ടിന്റെ പേര് ഫ്ലവർ ബോട്ട് എന്നും അറിയപ്പെടാൻ തുടങ്ങി. അന്നത്തെ വൻകിട വ്യാപാരികളുടെയും മറ്റും രഹസ്യങ്ങൾ അവരോടൊപ്പം ചിലവഴിച്ച രാത്രികളിൽ ചോർത്തിയെടുക്കുന്നത് ഷെങ് ഇ സാവോയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. ദക്ഷിണ ചൈനീസ് കടലിൽ കൂടി കടന്നു പോകുന്ന വ്യാപാരികളുടെ മാത്രമല്ല, ഗ്രേറ്റ് ക്വിങ് എന്ന ചൈനയിലെ അവസാന സാമ്രാജ്യത്വ രാജവംശത്തിന്റെ കീഴിലുള്ള ചൈനീസ് സാമ്രാജ്യത്തിന്റെ പോലും അധികാരികളെ തൻ്റെ സൗന്ദര്യത്തിന്റെ മോഹവലയത്തിൽപ്പെടുത്തി ഭരണരഹസ്യങ്ങൾ പോലും അവർ ചോർത്തിയെടുത്തിരുന്നു. ഇതേ സമയത്താണ് നമ്മുടെ സഹോദരന്മാരായ ഷെങ് ഇ, ഷെങ് ക്വി എന്നിവർ കടൽക്കൊള്ള സംഘത്തിന്റെ ക്യാപ്റ്റന്മാരായി സ്ഥാനമേൽക്കുന്നത്. ഇരുവർക്കും അന്ന് ഏറ്റവും വെല്ലുവിളി ഉണ്ടാക്കിയിരുന്നത് ചൈന ഭരിച്ചിരുന്ന ക്വിങ് രാജവംശമായിരുന്നു. ഈ മേഖലയിലുള്ള എല്ലാ വലിയ ധനികന്മാരുടെയും സൈനിക കമാൻഡർമാരുടെയും രഹസ്യങ്ങൾ ചോർത്തുന്ന ഷെങ് ഇ സാവോയെ പറ്റി ഈ സഹോദരന്മാരും എങ്ങനെയോ കേട്ടറിയുന്നു. ഈ പെൺകുട്ടിയെ കാണാനായി ഷെങ് ഇ തീരുമാനിക്കുന്നു. അങ്ങനെ 1801 ഫ്ലവർ ഷിപ്പിൽ വെച്ച് ആദ്യമായി ഷെങ് ഇയും ഷെങ് ഇ സാവോയും കണ്ടുമുട്ടുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ രണ്ട് വ്യക്തികളുടെയും പേരുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഷെങ് ഇ സാവോ എന്നാണ് നമ്മുടെ നായികയുടെ പേര്. ഈ വാക്കിൻ്റെ അർത്ഥം ഷെങ് ഇയുടെ ഭാര്യ എന്നാണ്. വിവാഹശേഷമാണ് ഈ പേര് അവർ സ്വീകരിക്കുന്നത്. ഞാൻ പക്ഷേ ആദ്യം മുതലേ ഈ പേര് തന്നെ ഉപയോഗിക്കാൻ കാരണം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ്. മാത്രമല്ല, ഈ പേരിലാണ് അവരെ ലോകത്തിൽ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഷെങ് ഇ ആണ് കടൽക്കൊള്ളക്കാരനായ ക്യാപ്റ്റൻ. ഷെങ് ഇ സാവോയാണ് നമ്മുടെ പ്രധാന സ്ത്രീ കഥാപാത്രം. അങ്ങനെ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെ ഷെങ് ഇ അവളിൽ ആകൃഷ്ടനായി. താൻ പറഞ്ഞു കേട്ടതിലും എത്രയോ അധികം സുന്ദരിയാണ് അവളെന്ന് ഷെങ് ഇ മനസ്സിൽ പറയുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവിടെ തങ്ങിയ ഷെങ് ഇ അവളുമായി പതുക്കെ പതുക്കെ സൗഹൃദം സ്ഥാപിച്ചെടുത്തു. ശേഷം തക്കം നോക്കി ഷെങ് ഇ അവളോട് പ്രണയാഭ്യർത്ഥന നടത്തി.
വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും ഷെങ് ഇ സാവോയോട് അദ്ദേഹം പറഞ്ഞു. ഷെങ് ഇ സാവോയ്ക്ക് നന്നായി അറിയാം, ഒരു കാരണവുമില്ലാതെ ഒരു ലൈംഗിക തൊഴിലാളിയായ തന്നെ ആരും വിവാഹം കഴിക്കാൻ തയ്യാറാകില്ല എന്ന്. അയാൾക്ക് വേണ്ടത് തൻ്റെ പക്കലുള്ള വിവരങ്ങളാണെന്നും അവൾക്ക് മനസ്സിലായി. എങ്കിലും ഈ വിവാഹത്തിന് സമ്മതിക്കാൻ അവൾ ഒരു ഡീൽ ഷെങ് ഇക്ക് മുന്നിൽ വെച്ചു. ഡീൽ ഇതായിരുന്നു: ഷെങ് ഇക്ക് കീഴിലുള്ള എല്ലാ സ്വത്തുക്കളുടെയും പകുതി അവകാശം അവൾക്ക് നൽകണം. ശരിക്കും ഫ്ലവർ ബോട്ടിലെ ഈ ജോലി ഷെങ് ഇ സാവോയെ മടുപ്പിച്ചു കഴിഞ്ഞിരുന്നു. വന്ന അവസരം മികച്ച രീതിയിൽ പ്രയോഗിക്കാൻ മാത്രമാണ് അവൾ ഈ സമയത്ത് ശ്രമിച്ചത്. അവളുടെ കയ്യിലുള്ള വിവരങ്ങൾ സ്വന്തമാക്കാനോ അതോ ഷെങ് ഇ സാവോയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയോ ആകാം ഷെങ് ഇ ഈ ഡീൽ സമ്മതിച്ചു. അങ്ങനെ 1801 ഷെങ് ഇ സാവോ ഷെങ് ഇയെ വിവാഹം കഴിക്കുന്നു. ദാരിദ്ര്യത്തിൽ ജനിച്ച് ലൈംഗിക തൊഴിലാളിയായി ജീവിതം നയിച്ച ഷെങ് ഇ സാവോ ഇപ്പോൾ ഒരു കടൽക്കൊള്ള സംഘത്തിന്റെ തലവന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു. ഇരുവരും ഷെങ് ഇയുടെ കപ്പൽ വ്യൂഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതേ ഫ്ലോട്ടിംഗ് ബോട്ടുകളിൽ ഒന്നിൽ 15 വയസ്സ് പ്രായം വരുന്ന ഒരു ആൺകുട്ടിയെ കാണുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായിരുന്നു ഷെങ് ഇ ബാവോ എന്നു പേരുള്ള ഈ കുട്ടി. കുട്ടിയെ അവന്റെ മാതാപിതാക്കൾക്ക് പണം നൽകി ദത്തെടുത്തു എന്നും മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ പിടിച്ചുകൊണ്ടുവന്നു എന്നും പറയപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും ഇരുവരും ചേർന്ന് ഷെങ് ബാവോ എന്ന ഈ കുട്ടിയെ ദത്തെടുത്തു. ശേഷം മൂവരും ഷെങ് ഇയുടെ കപ്പൽ വ്യൂഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇരു സഹോദരന്മാർക്കുമൊപ്പം തന്നെ തത്തുല്യമായ സ്ഥാനം ഷെങ് ഇ സാവോയ്ക്കും അവർ നൽകി. മൂവരും പുതിയ പുതിയ നിയമ പരിഷ്കാരങ്ങൾ ഈ കപ്പൽ വ്യൂഹത്തിനിടയിൽ നടത്തി. അങ്ങനെ 1802 മൂവരും ചേർന്ന് ദോങ് ഹോയ് എന്ന കടലോര പ്രദേശം കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. കൊള്ളയുടെ ആദ്യ ഭാഗമായി ഷെങ് ക്വിയുടെ നേതൃത്വത്തിലുള്ള കപ്പൽപ്പട ദോങ് ഹോയ് പ്രദേശത്തെ ചുറ്റി വളഞ്ഞുകൊണ്ട് പ്രതിരോധം ഏർപ്പെടുത്തി. ഇങ്ങനെ പ്രതിരോധം ഏർപ്പെടുത്താൻ വന്ന കൂട്ടത്തിൽ ഷെങ് ഇ സാവോയും ഭർത്താവായ ഷെങ് ഇയും ഉണ്ടായിരുന്നില്ല. ഷെങ് ക്വിയുടെ നേതൃത്വത്തിലുള്ള കുറച്ച് കപ്പലുകളും കൂട്ടാളികളും ചേർന്നാണ് ദോങ് ഹോയ് പ്രദേശം വളഞ്ഞിരിക്കുന്നത്. അന്ന് ഈ പ്രദേശം ഭരിച്ചിരുന്നത് ഗുയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചൈനീസ് രാജവംശമായിരുന്നു. ദോങ് ഹോയ് ചുറ്റിവളഞ്ഞ് പ്രതിരോധം ഏർപ്പെടുത്തിയ ഷെങ് ക്വിയും സംഘവും പ്രതീക്ഷിച്ചതിലും ശക്തരായിരുന്നു ഈ ഗുയൻ രാജവംശം. തങ്ങളുടെ പ്രദേശം കൊള്ളയടിക്കാൻ തയ്യാറെടുക്കുന്ന ഈ കടൽ കൊള്ള സംഘം കരയിൽ കയറുന്നതിന് മുൻപ് കടലിൽ വെച്ച് തന്നെ ആക്രമിക്കാൻ അവർ തീരുമാനിക്കുന്നു. അവർ കപ്പലുകളുമായി നേരിട്ട് തന്നെ അപ്രതീക്ഷിതമായി പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. നേരിട്ടുള്ള ഒരു ആക്രമണം ഒരിക്കലും ഷെങ് ക്വിയും സംഘവും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ പതറിപ്പോയ അവർക്ക് വൻ നാശനഷ്ടമാണ് ഈ ആക്രമണത്തിൽ നേരിടേണ്ടി വന്നത്. 15ഓളം കപ്പലുകൾ തീവച്ചും പീരങ്കി ആക്രമണത്തിലും തകർക്കപ്പെട്ടു. 100ഓളം കടൽക്കൊള്ളക്കാരും കൊല ചെയ്യപ്പെട്ടു. ഇതോടെ തോൽവി മണത്ത ഷെങ് ക്വി പിന്തിരിഞ്ഞ് തന്റെ കപ്പൽ ഉൾക്കടലിലേക്ക് പായിക്കുന്നു. പക്ഷേ പിന്നാലെ കൂടിയ ഗുയൻ സംഘം ഷെങ് ക്വിയെ പിടികൂടി. 1802 സെപ്റ്റംബറിൽ ഗുയൻ സംഘം ഷെങ് ക്വിയെ തൂക്കിലേറ്റുകയായിരുന്നു. ഇതോടെ 1802 ഷെങ് ക്വി മരണപ്പെട്ടതോടെ ഈ കടൽക്കൊള്ള സംഘത്തിന്റെ എല്ലാ നിയന്ത്രണവും അധികാരവും ഷെങ് ഇയിലും ഭാര്യയായ ഷെങ് ഇ സാവോയിലും വന്നുചേരുന്നു. സഹോദരന്റെ മരണശേഷം ആദ്യമൊക്കെ ഷെങ് ഇ മാനസികമായി വളരെയധികം തകർന്നു. എങ്കിലും ഭാര്യയായ ഷെങ് ഇ സാവോ അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകി. പക്ഷേ നേതൃത്വമില്ലാതെയായതോടെ മറ്റ് കപ്പലുകളിൽ ഉണ്ടായിരുന്ന കടൽക്കൊള്ളക്കാർക്കിടയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അവർക്കിടയിൽ ഉണ്ടായിരുന്ന കപ്പൽ ക്യാപ്റ്റന്മാർക്കിടയിൽ അധികാരത്തിനായി പിടിവലികൾ തുടങ്ങി. ഈ ഭിന്നതയും അഭിപ്രായ വ്യത്യാസവും കാരണം 2 വർഷത്തോളം ഈ ഗ്രൂപ്പ് പല വഴിക്കായി പിരിഞ്ഞു. ഓരോരുത്തരും തങ്ങളുടെ കപ്പലുകൾ സ്വയം നയിക്കുകയും കൊള്ളകൾ തുടരുകയും ചെയ്തു. കൂട്ടം തെറ്റിയ കപ്പലുകൾക്ക് ആക്രമണശേഷി കുറഞ്ഞതോടെ പലയിടങ്ങളിലും കൊള്ളകൾ നടത്തുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഇവർക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് പതിവുമായി. 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1805 ജൂലൈയിൽ ഈ കടൽക്കൊള്ളക്കാരായ കപ്പലുകളുടെ എല്ലാ ക്യാപ്റ്റന്മാരെയും ഗുവാങ്ഡോങ് തീരത്ത് വെച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാൻ ഷെങ് ഇ ഒരു ശ്രമം നടത്തി. ഈ ചർച്ചയിൽ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ഗ്രൂപ്പുകളുടെയും ക്യാപ്റ്റന്മാർ പങ്കെടുത്തു. ചില ഗ്രൂപ്പുകളിലുള്ളവർ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തു. ജൂലൈയിൽ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരെയും ഏകീകരിച്ചുകൊണ്ട് ഗുവാങ്ഡോങ് പൈറേറ്റ് കോൺഫെഡറേഷൻ എന്ന ഗ്രൂപ്പിന് രൂപം കൊടുക്കുകയും എല്ലാവരെയും കൊണ്ട് കരാറുകളിൽ ഒപ്പിടിവിക്കുകയും ചെയ്യാൻ ഷെങ് ഇക്ക് കഴിഞ്ഞു. അനേകം കപ്പലുകൾ അങ്ങനെ ഷെങ് ഇക്ക് കീഴിൽ വന്നു. 200-ലധികം ഉണ്ടായിരുന്ന ഈ കപ്പൽ വ്യൂഹത്തെ ഷെങ് ഇ 6 ഫ്ലീറ്റുകളായി തരംതിരിച്ചു. റെഡ് ഫ്ലീറ്റ്, ബ്ലാക്ക് ഫ്ലീറ്റ്, യെല്ലോ ഫ്ലീറ്റ്, ബ്ലൂ ഫ്ലീറ്റ്, വൈറ്റ് ഫ്ലീറ്റ്, പർപ്പിൾ ഫ്ലീറ്റ് എന്നിങ്ങനെയാണ് 6 ഗ്രൂപ്പുകളായി ഈ കപ്പലുകളെ തിരിച്ചത്.
ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം ക്യാപ്റ്റന്മാരെ ഷെങ് നിയമിച്ചു. എങ്കിലും ഇവർക്കൊക്കെ ഷെങ് ഇയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുമുള്ളൂ. മാത്രമല്ല, പേരിന് സാമ്യമായി ഗ്രൂപ്പിലെ കപ്പലുകളിൽ കൊടി ഉയർത്താനും അദ്ദേഹം ഓർഡർ കൊടുത്തു. എല്ലാ ഗ്രൂപ്പുകളുടെയും ക്യാപ്റ്റൻ എന്നതിലുപരി റെഡ് ഫ്ലീറ്റിനെ നയിക്കാനും ഷെങ് ഇ തീരുമാനിക്കുന്നു. ഷെങ് ഇ സാവോയ്ക്കും ഷെങ് ഇക്കുമൊപ്പം ഉണ്ടായിരുന്ന അവർ ദത്തെടുത്ത ഷെങ് ബാവോയ്ക്കും ഈ ഗ്രൂപ്പിൽ സുപ്രധാനമായ ഒരു അധികാര സ്ഥാനം നൽകിയിരുന്നു. ഒരു വലിയ ഗ്രൂപ്പായി മാറിയതോടെ അവർ വിജയകരമായി കൊള്ളകൾ നടത്താൻ തുടങ്ങി. ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെയും പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെയും ഗ്രേറ്റ് ക്വീൻ എന്നറിയപ്പെടുന്ന അന്നത്തെ ചൈനീസ് ഭരണകൂടത്തിന്റെയും ഒക്കെ കപ്പലുകൾ പലപ്പോഴും ഇവരുടെ ഇരകളായി മാറി. ഷെങ് ഇയുടെയും ഷെങ് ഇ സാവോയുടെയും നേതൃത്വത്തിൽ ദക്ഷിണ ചൈനീസ് കടൽ അടക്കി വാഴുന്ന കപ്പൽ കൊള്ള സംഘമായി അവർ മാറി. ഈ സംഘത്തിന്റെ വളർച്ച കാരണം ആദ്യം ചർച്ചയിൽ നിന്ന് മാറി നിന്ന ഗ്രൂപ്പുകളുടെ നിലനിൽപ്പ് ഇല്ലാതായതോടെ അവരും ഓരോ ഗ്രൂപ്പുകളായി ഷെങ് ഇയുടെ സംഘത്തിൽ ചേർന്നു. ഇതോടെ 400-ലധികം കപ്പലുകളും 60,000-ലധികം വരുന്ന ആളുകളും അടങ്ങുന്ന കടൽ കൊള്ള സംഘമായി അവർ ശക്തി പ്രാപിച്ചു. ഈ ഗ്രൂപ്പുകൾക്കിടയിൽ കലാപം ഉണ്ടാകാതിരിക്കാനും അധികാര വടംവലികൾ നടക്കാതിരിക്കാനുമൊക്കെ പല നിയമങ്ങളും ഷെങ് ഇയും ഷെങ് ഇ സാവോയും ചേർന്ന് നടപ്പിലാക്കി. ഈ ഗ്രൂപ്പുകളിലുള്ള ആരെങ്കിലും അനുമതിയില്ലാതെ കപ്പലിൽ നിന്നും കരയിലേക്ക് പ്രവേശിച്ചാൽ ചെവി മുറിച്ചു മാറ്റി കപ്പലിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല വെട്ടിമാറ്റും. മോഷ്ടിച്ചതും കൊള്ളയടിച്ചതുമായ വസ്തുക്കളിൽ നിന്ന് രഹസ്യമായി ആരും ഒന്നും സ്വന്തമാക്കാൻ പാടില്ല. കൊള്ളയടിക്കുന്ന വസ്തുക്കൾ എന്തു തന്നെയായാലും അത് കൃത്യമായി രജിസ്റ്റർ ചെയ്യണം. ഇതിൽ 20% മാത്രമായിരിക്കും കൊള്ളയടിച്ച കപ്പലിലെ സംഘത്തിന് ലഭിക്കുക. ബാക്കി വരുന്ന 80%വും പൊതു ഫണ്ടുകൾ സൂക്ഷിക്കുന്ന പ്രത്യേകം കപ്പലുകളിലേക്ക് മാറ്റും. ഇങ്ങനെ മാറ്റുന്ന ധനം കൊള്ളകൾ നടക്കാതെ വരുന്ന അവസരങ്ങളിൽ 400 കപ്പലുകളിലെയും ആളുകൾക്ക് ഭക്ഷണത്തിനും കപ്പലുകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുമൊക്കെയായി ഉപയോഗിച്ചു. ഈ ഫണ്ടിൽ നിന്നും ആരെങ്കിലും മോഷണം നടത്തിയാൽ മരണശിക്ഷ തന്നെയാണ് ഷെങ് ഇ നടപ്പിലാക്കിയിരുന്നത്. കൊള്ളയടിക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന സ്ത്രീകളുടെ പേര് വിവരങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തണം. അവർക്കായി കപ്പലിൽ പ്രത്യേക ഇടം ഒരുക്കുകയും വേണം. ഇവരെ ലൈംഗികമായി ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമായിരുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള ഈ നിയമങ്ങൾക്ക് പിന്നിൽ ഷെങ് ഇ സാവോ ആയിരുന്നു എന്നും പറയപ്പെടുന്നു. പിടിച്ചുകൊണ്ടുവരുന്ന സ്ത്രീകളെ കപ്പലിലുള്ളവർക്ക് വിവാഹം കഴിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. ഷെങ് ഇയും ഷെങ് ഇ സാവോയും ചേർന്ന് ഈ പൈറേറ്റ് സംഘത്തെ വിജയകരമായി 2 വർഷമാണ് നയിച്ചത്. 1807 നവംബറിൽ റെഡ് ഫ്ലീറ്റ് കപ്പലുകൾ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെടുന്നു. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ കൊടുങ്കാറ്റിൽ നിന്നും ഈ കപ്പലുകളെ സുരക്ഷിതമായി മാറ്റിയത്. പക്ഷേ ഈ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ ഷെങ് ഇയുടെ കപ്പലിൽ നിന്നും ഷെങ് ഇയെ അവർക്ക് നഷ്ടമായി. കാറ്റിൽ കടലിലേക്ക് തെറിച്ച് വീണതാണെന്നും പറയപ്പെടുന്നു. പക്ഷേ ഈ തിരോധാനത്തിന് പിന്നിൽ ഭാര്യയായ ഷെങ് ഇ സാവോ തന്നെയാണെന്നും പറയപ്പെടുന്നു. കാരണം ഇവർ എടുത്തു വളർത്തിയ ഷെങ് ബാവോ അപ്പോഴേക്കും ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരുന്നു. മാത്രമല്ല, കപ്പൽ നയിക്കുന്നതിൽ ഷെങ് ബാവോ മികച്ച കഴിവും പ്രകടിപ്പിച്ചിരുന്നു. ഈ സമയത്ത് വളർത്തമ്മയായ ഷെങ് ഇ സാവോയുമായി ഷെങ് ബാവോ പ്രണയത്തിലായിരുന്നു എന്നും അതുകൊണ്ടാണ് ഇരുവരും ചേർന്ന് ഷെങ് ഇയെ കൊല ചെയ്തത് എന്നും പറയപ്പെടുന്നു. എന്തു തന്നെയായാലും ഷെങ് ഇയുടെ മരണത്തോടെ 400 കപ്പലുകളും 60,000-ൽ പുറത്തു വരുന്ന പൈറേറ്റുകളും അടങ്ങുന്ന ഗുവാങ്ഡോങ് പൈറേറ്റ് കോൺഫെഡറേഷൻ വീണ്ടും പ്രതിസന്ധിയിലായി. ഈ അവസരത്തിൽ ഷെങ് ഇ സാവോ നേതൃത്വം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. ഇത്രയും വലിയ ഒരു സേനയെ ഒരു സ്ത്രീ നയിക്കുന്നതിനോട് യോജിക്കാൻ മറ്റുള്ള ഫ്ലീറ്റുകളിലെ ക്യാപ്റ്റന്മാർ എതിരഭിപ്രായം അറിയിച്ചു. പക്ഷേ ഫ്ലീറ്റുകളിൽ ഏറ്റവും കൂടുതൽ കപ്പലുകളുള്ള റെഡ് ഫ്ലീറ്റിന്റെ ക്യാപ്റ്റനായി മാറിയ ഷെങ് ബാവോ ഷെങ് ഇ സാവോയെ പിന്തുണച്ചു. മാത്രമല്ല, ഷെങ് ഇയുടെ അനന്തരവനായ ഷെങ് ബയോങ്ങിന്റെയും മകനായ ഷെങ് അൻബാങ്ങിന്റെയും പിന്തുണ ഷെങ് ഇ സാവോയ്ക്ക് ലഭിച്ചു. രണ്ടാമത്തെ ശക്തമായ ഗ്രൂപ്പായ ബ്ലാക്ക് ഫ്ലീറ്റിന്റെ ക്യാപ്റ്റനായ ഗുവോ പൊഡോയോയുമായി മുന്നേ തന്നെ ഷെങ് ഇ സാവോ സൗഹൃദത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെ ഷെങ് ഇ മരിച്ച് 1 വർഷത്തിന് ശേഷം, അതായത് 1809-ൽ ഗുവാങ്ഡോങ് പൈറേറ്റ് കോൺഫെഡറേഷന്റെ പൂർണ്ണമായ അധികാരം ഷെങ് ഇ സാവോയുടെ കൈകളിൽ വന്നെത്തുന്നു. ഷെങ് ഇ സാവോയുടെ നേതൃത്വത്തിൽ വന്നതോടെയാണ് ഗുവാങ്ഡോങ് പൈറേറ്റ് കോൺഫെഡറേഷൻ അതിന്റെ പീക്ക് പോയിന്റിൽ എത്തിയത്. 1809 ഈ വർഷം ഗുവാങ്ഡോങ് പൈറേറ്റ് കോൺഫെഡറേഷന്റെ സംഭവബഹുലമായ വർഷം തന്നെയായിരുന്നു. ഷെങ് ഇ സാവോയുടെ നിർദ്ദേശത്തിൽ ഷെങ് ബാവോയും ഈ കാലഘട്ടത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ കഴിവുകൾ തെളിയിച്ച് മുന്നേറുകയാണ്. ഇതിനിടയിൽ ഷെങ് ഇ സാവോ ദക്ഷിണ ചൈനീസ് കടലിൽ നിന്നും കൊള്ള നടത്തുന്നതിനായി അതിവിശാലമായ പേൽ നദിയിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നു.
അപ്രതീക്ഷിതമായി ഈ നദിക്കരയിലുള്ള ഗ്രാമങ്ങൾ കൊള്ളയടിക്കുക എന്നതായിരുന്നു ഷെങ് ഇ സാവോയുടെ പദ്ധതി. പക്ഷേ പേൾ നദിയിലേക്ക് കടലിൽ നിന്നും പ്രവേശിക്കണമെങ്കിൽ 2 വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട്. കടലിൽ നിന്നും പേൾ നദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശത്തുമായി 2 പ്രധാന ദ്വീപ നഗരങ്ങളുണ്ട്. ഹ്യൂമൻ എന്നും വെയ്യുവാൻ എന്നും പേരുള്ള അന്നത്തെ പേരുകേട്ട പ്രദേശമായിരുന്നു അവ. കടലിലും കരയിലും ശക്തരാണ് ഈ പ്രവിശ്യയിലെ സൈനികരും കപ്പൽപ്പടയും. അതുകൊണ്ട് തന്നെ ഈ തടസ്സം ആദ്യം ഒഴിവാക്കേണ്ടതുണ്ട്. അതിനായി ഷെങ് ഇ സാവോ ഈ ദൗത്യമേൽപ്പിച്ചത് ഇപ്പോൾ റെഡ് ഫ്ലാഗിനെ നയിക്കുന്ന ഷെങ് ബാവോയെ തന്നെയായിരുന്നു. തന്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ഒരു നല്ല അവസരമായി ഷെങ് ബാവോ ഇതിനെ കണ്ടു. 1809 മാർച്ചിൽ ബാവോ തന്റെ കപ്പൽ സംഘത്തെ ആദ്യം നയിച്ചത് ഹ്യൂമൻ ദ്വീപിലേക്കായിരുന്നു. ഈ പ്രദേശം പേൾ നദി ദക്ഷിണ ചൈനീസ് കടലിൽ വന്നവസാനിക്കുന്ന ഇടത്തെ ഒരു ചെറിയ കടലിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ തന്നെ ഭാഗമായ ഈ പ്രദേശം ബ്രിഗേഡ് ജനറൽ ലിൻ ഗുവോലിയാങ് എന്നയാളുടെ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുട്ടിന്റെ മറവിൽ കൂട്ടമായി ഈ പ്രദേശത്തെ തുറമുഖം ആക്രമിച്ച ഷെങ് ബാവോ ക്ഷണനേരം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 35 കപ്പലുകൾ അഗ്നിക്കിരയാക്കുകയും അതിലെ സൈനികരെ നിഷ്കരുണം വധിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഈ കപ്പലിലെ സൈനികർക്ക് കീഴടങ്ങുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് അനേകം സൈനികരും കപ്പൽ സേന മൊത്തമായും നഷ്ടമായ ഹ്യൂമൻ പ്രവിശ്യ ഇതോടെ ദുർബലമായി. ഇനി പേൾ നദിയിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്നത് പേൾ നദിയുടെ മറുവശത്തുള്ള വെയ്യുവാൻ എന്ന പ്രവിശ്യയാണ്. ഹ്യൂമൻ പ്രവിശ്യയിലെ ഈ ആക്രമണം നടന്ന വിവരം ഈ വെയ്യുവാൻ പ്രവിശ്യ നിയന്ത്രിച്ചിരുന്ന ലഫ്റ്റനന്റ് കേണലായ ലിൻഫ എന്നയാൾ അറിഞ്ഞിരുന്നു. അദ്ദേഹം തുറമുഖത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ഷെങ് ബാവോ 1 മാസത്തോളം കാത്തിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ വെയ്യുവാൻ പ്രവിശ്യ വീണ്ടും സാധാരണ രീതികളിലേക്ക് മാറി തുടങ്ങി. ആക്രമണ സാധ്യത ഇല്ല എന്ന് അവർ ധരിച്ചു. പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് അതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. 1809 ഏപ്രിൽ മാസത്തിലെ ആദ്യ വാരത്തിൽ തന്നെ ഷെങ് ബാവോ തന്റെ റെഡ് ഫ്ലാഗ് ഫ്ലീറ്റുമായി ഇരുട്ടിന്റെ മറവിൽ വെയ്യുവാൻ ആക്രമിക്കുന്നു. കപ്പലുകൾ നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു റെഡ് ഫ്ലീറ്റിന്റെ ലക്ഷ്യം. വെയ്യുവാൻ തുറമുഖത്തെ കപ്പലുകൾ പൂർണ്ണമായും പീരങ്കി ആക്രമണത്തിൽ തകർക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഷെങ് ബാവോ പിന്തിരിഞ്ഞത്. ഇതോടെ ഷെങ് ഇ സാവോയുടെ പൈറേറ്റ് സംഘങ്ങൾക്ക് പേൾ നദിയിലേക്ക് പ്രവേശിക്കുവാനുള്ള തടസ്സം മാറിക്കിട്ടി. 2 വെല്ലുവിളികളും വളരെ വിജയകരമായി തകർത്ത ഷെങ് ഇ ബാവോയ്ക്ക് ഇതിനിടയിൽ തന്നെ പൈറേറ്റ് സംഘത്തിനിടയിൽ ഒരു ഹീറോ പരിവേഷം ലഭിക്കുകയും ചെയ്തു. ഷെങ് ഇയുടെ മരണത്തിന് ശേഷം ഷെങ് ഇ സാവോ ഷെങ് ബാവോയെ തന്റെ കാമുകനാക്കി മാറ്റിയിരുന്നു. ഷെങ് ഇ സാവോയും ഷെങ് ഇയും ചേർന്ന് എടുത്തു വളർത്തിയ കുട്ടിയായിരുന്നു ഈ ഷെങ് ബാവോ. അതായത് വളർത്തച്ഛന്റെ മരണശേഷം വളർത്തമ്മയും മകനും കാമുകന്മാരായി മാറുന്നു. ഈ ബന്ധം പൈറേറ്റ് കോൺഫെഡറേഷനിലുള്ള കൊള്ളക്കാർക്കിടയിൽ ഒരു സംസാര വിഷയമായി പുകയുമ്പോഴാണ് ഷെങ് ബാവോ ഈ 2 വിജയകരമായ ആക്രമണങ്ങളും നടത്തുന്നത്. ഈ ആക്രമണത്തോടെ ചൈനീസ് ഭരണാധികാരികളായ ക്വീൻ രാജവംശത്തിന്റെ കപ്പൽപ്പടയുടെ ശക്തി ഈ മേഖലയിൽ പകുതിയിൽ താഴെയായി കുറയുന്നു. ഇതോടെ എല്ലാം മറന്ന് പേൾ നദിയിൽ കടന്നു ചെന്ന് നദിക്കരയിലുള്ള ഗ്രാമങ്ങൾ കൊള്ളയടിക്കുന്നതിൽ അവരെല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പേൾ നദിയിലേക്കുള്ള പ്രവേശനം എളുപ്പമായതോടെ വൈറ്റ് ഫ്ലീറ്റിലുള്ള ചില കപ്പലുകൾ ഷെങ് ഇ സാവോയുടെ അനുമതി കാത്തു നിൽക്കാതെ കൊള്ള നടത്തുന്നതിനായി ഈ നദിയിലേക്ക് കടന്നു ചെല്ലുന്നു. അവർ ദവാൻഷാൻ എന്ന പ്രവിശ്യയിലേക്കാണ് ആദ്യം കടന്നു ചെന്നത്. പക്ഷേ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് അവിടെ അവരെ കാത്തിരുന്നത്. സൺ ക്യാൻമൗ എന്നയാളായിരുന്നു ദവാൻഷാൻ പ്രവിശ്യയുടെ കമാൻഡർ. 100 കപ്പലുകൾ അടങ്ങുന്ന ഒരു മികച്ച നാവികസേന ഈ കടന്നു ചെന്ന കൊള്ളക്കാരെ ആക്രമിക്കുന്നു. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ഭയന്നുപോയ കൊള്ളക്കാർ പെട്ടെന്ന് അവിടെ നിന്നും പിൻവലിഞ്ഞു. ശേഷം സഹായത്തിനായി ഷെങ് ഇ സാവോയെ വിവരമറിയിക്കുന്നു. ഇതോടെ ആക്രമിക്കപ്പെട്ട വൈറ്റ് ഫ്ലീറ്റിന്റെ നിയന്ത്രണവും ഷെങ് ബാവോയുടെ റെഡ് ഫ്ലീറ്റിന്റെ നിയന്ത്രണവും ഷെങ് ഇ സാവോ ഏറ്റെടുക്കുന്നു. ശേഷം ഷെങ് ഇ സാവോയുടെ നേതൃത്വത്തിൽ ദവാൻഷാൻ പ്രവിശ്യയിലെ സൺ ക്യാൻമൗവിന്റെ നേതൃത്വത്തിലുള്ള കപ്പൽപ്പടയെ ആക്രമിക്കുന്നു. 10 കപ്പലുകളുമായി ഷെങ് ബാവോയോട് മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാൻ ഷെങ് ഇ സാവോ ഓർഡർ നൽകി. 3 ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ഷെങ് ഇ സാവോ സമ്പൂർണ്ണ വിജയം നേടി. 100 കപ്പലുകളും തകർക്കുകയും അതിലെ സൈനികരെ വധിക്കുകയും ചെയ്തു. ദവാൻഷാൻ പ്രവിശ്യയിലെ കമാൻഡറായ സൺ ക്യാൻമൗ തലനാരിഴയ്ക്കാണ് ജീവനോടെ അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ശേഷം താൽക്കാലികമായി ഉൾക്കടലിലേക്ക് ഷെങ് ഇ സാവോയും സംഘവും പിന്മാറി. ഈ ആക്രമണം ചൈനീസ് ഭരണകൂടത്തെ കടൽക്കൊള്ള സംഘത്തിനെതിരെ സൈനിക നടപടിയെടുക്കാൻ നിർബന്ധിതരാക്കി. 1809 ജൂലൈയിൽ ഇന്ന് ജിൻവാൻ എന്നറിയപ്പെടുന്ന അന്നത്തെ സുഹാ നഗരത്തിന്റെ തീരത്ത് വെച്ച് ലിയാങ് ബാവോ നയിക്കുന്ന വൈറ്റ് ഫ്ലാഗ് ഫ്ലീറ്റ് അപ്രതീക്ഷിതമായി ചൈനീസ് ക്വിങ് സാമ്രാജ്യത്തിന്റെ നാവികസേനയ്ക്ക് മുന്നിൽപ്പെട്ടു. എണ്ണത്തിലും ആയുധശേഷിയിലും വളരെ ശക്തിയായിരുന്ന ചൈനീസ് നാവികസേനയെ നയിച്ചിരുന്നത് ജനറൽ സൂഡിങ് ഗുയി ആയിരുന്നു.
കടൽക്കൊള്ളക്കാരുടെ സാന്നിധ്യം മനസ്സിലാക്കി വളരെ കൃത്യമായി തന്ത്രമൊരുക്കി വലയിലാക്കിയ ജനറൽ സു ഡിങ്ഗുയി അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചു. വൈറ്റ് ഫ്ലീറ്റിലെ 25 കപ്പലുകളാണ് ഇപ്പോൾ ചൈനീസ് ക്വീൻ സേന ട്രാപ്പിലാക്കിയിരിക്കുന്നത്. അതിശക്തമായ പീരങ്കികളുടെ ആക്രമണത്തിൽ കടൽക്കൊള്ള സംഘം തകർന്നടിഞ്ഞു. ആദ്യമൊക്കെ തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിശക്തമായ ചൈനീസ് ആക്രമണം അവരെ കീഴ്പ്പെടുത്തി. 25 കപ്പലുകളും തകർന്നടിയുകയും അതിലെ എല്ലാ കൊള്ളക്കാരും വധിക്കപ്പെടുകയും ചെയ്തു. ചൈനീസ് സൈന്യം കടലിൽ വെച്ച് തന്നെ വൈറ്റ് ഫ്ലാഗ് ഫ്ലീറ്റിന്റെ ക്യാപ്റ്റനായ ലിയാങ് ബാബോയെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. ഈ സംഭവം, അതായത് ലിയാങ്ങിന്റെ മരണം, ഷെങ് ഇ സാവോയെ നയിക്കുന്ന പൈറേറ്റ് സംഘത്തെ ഭയപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് കൂടുതൽ പ്രകോപിതരാക്കുകയാണ് ചെയ്തത്. ഇതോടെ എല്ലാ ഫ്ലീറ്റ് കമാൻഡർമാർക്കും പേൾ നദിയിലേക്ക് കടന്നു ചെല്ലാനും ഗ്രാമങ്ങൾ കൊള്ളയടിക്കാനും ഷെങ് ഇ സാവോ ഉത്തരവ് കൊടുത്തു. ഇതോടെ ബാക്കിയുള്ള 5 ഫ്ലീറ്റുകളും പേൾ നദി വഴി ഗ്രാമങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങി. ഓഗസ്റ്റിലാണ് പേൾ നദിക്കരയിലെ ആദ്യത്തെ ഗ്രാമം കൊള്ളയടിക്കപ്പെടുന്നത്. ഒരു ഫ്ലീറ്റും അതിലെ ക്യാപ്റ്റനെയും വധിച്ച ചൈനീസ് ഭരണകൂടത്തോടുള്ള ദേഷ്യം കാരണം നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഇല്ലാതെ കടൽക്കൊള്ളക്കാർ ആക്രമണം അഴിച്ചുവിട്ടു. ഒരേ സമയം 3 ഗ്രാമങ്ങളാണ് കൊള്ളയടിക്കാൻ ഷെങ് ഇ സാവോ ഉത്തരവിട്ടത്. ഷെങ് ബാവോ നയിച്ച റെഡ് ഫ്ലീറ്റ് ഡോങ്വാൻ എന്ന ഗ്രാമവും ഗുവോപൊഡോയ് നയിച്ച ബ്ലാക്ക് ഫ്ലീറ്റ് ഷുണ്ടെ എന്ന ഗ്രാമവും ആക്രമിച്ചപ്പോൾ ഷെങ് ഇ സാവോ തന്റെ കപ്പലുകളും കൂട്ടാളികളുമായി സിൻ ഹുയി എന്ന ഗ്രാമം ആക്രമിക്കുകയായിരുന്നു. 3 ഗ്രാമങ്ങളിലും കടന്നു ചെന്ന കടൽക്കൊള്ള സംഘം കൊള്ളയടിക്കുക മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ അതിക്രൂരമായി കൊല ചെയ്തു. പേൾ നദിക്കരയിലുള്ള ജലപാതകൾ ചെന്നെത്തുന്ന ഗ്രാമങ്ങളിലൊക്കെ 1 മാസത്തിലധികം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ കൊള്ളകൾ അവർ നടത്തി. ഷെങ് ഇ സാവോയുടെ സംഘം അവിടെ ഭീതി പടർത്തി മുന്നേറുകയാണ്. 10,000-ത്തിലധികം വരുന്ന മനുഷ്യരുടെ ജീവനുകൾ ഈ കടൽക്കൊള്ള സംഘങ്ങളുടെ വാളുകൾക്ക് ഇരയായി. ഇതിനിടയിൽ ഷെങ് ബാവോയും സംഘവും ഹ്യൂമൻ അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും, അതായത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ നിഷ്കരുണം അവർ കൊല ചെയ്തു. അങ്ങനെ നിരവധി ഗ്രാമങ്ങളിലെയും പട്ടണങ്ങളിലെയും മാത്രമല്ല, അവിടെയുള്ള ചെറിയ ഗോത്രങ്ങളിൽ വരെയുള്ളവർ ഈ കടൽക്കൊള്ളക്കാരുടെ ഇരകളായി മാറി. ഇതോടെ ഷെങ് ഇ സാവോയുടെ നേതൃത്വത്തിലുള്ള ഈ കടൽക്കൊള്ള സംഘത്തെ നേരിടാൻ ചൈനീസ് ഭരണകൂടം കൂടുതൽ കപ്പലുകളെ ഈ പേൾ നദീ പ്രദേശത്തേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ ഷെങ് ഇ ബാവോയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇവരുടെ കപ്പലുകൾ തകർക്കപ്പെട്ടു. പകുതിയോളം സൈനികരും കൊല്ലപ്പെട്ടു. ഇതോടെ ബാക്കി വന്ന സംഘം പരാജയം ഏറ്റുവാങ്ങി അവിടെ നിന്നും പിന്മാറി. സത്യത്തിൽ ഈ ഷെങ് ഇ സാവോയെ നേരിടാനുള്ള ശക്തി അന്നത്തെ ചൈനീസ് ഭരണകൂടത്തിന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അവരോട് ഏറ്റുമുട്ടുന്ന സൈനികർക്ക് പോലും അവരെ പേടിയായിരുന്നു. കാരണം ഷെങ് ഇ സാവോ ഒരു മന്ത്രവാദിയാണെന്നും അവർക്ക് തോൽവിയോ മരണമോ ഇല്ല എന്നുമൊക്കെയുള്ള കഥകൾ അവർക്കിടയിൽ പരന്നിരുന്നു. ഇതോടെ ഈ കാലഘട്ടത്തിൽ മക്കാവു എന്ന പ്രദേശം കൈയടക്കിയിരുന്ന പോർച്ചുഗീസ് സംഘത്തോട് ചൈനീസ് ഭരണകൂടം ഷെങ് ഇ സാവോയ്ക്കും സംഘത്തിനുമെതിരെ യുദ്ധം ചെയ്യാനുള്ള സഹായം അഭ്യർത്ഥിച്ചു. സഹായം ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും ആദ്യമൊന്നും ഇക്കാര്യത്തിൽ പോർച്ചുഗീസ് സംഘം അത്ര താല്പര്യം കാണിച്ചില്ല. പക്ഷേ ഈ സമയത്ത്, അതായത് 1809 സെപ്റ്റംബർ 5-ന് ഷെങ് ഇ സാവോ ദക്ഷിണ ചൈനീസ് കടലിൽ വെച്ച് ഒരു പോർച്ചുഗീസ് കപ്പൽ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഈ സംഭവം പോർച്ചുഗീസ് സേനയെ ഷെങ് ഇ സാവോയ്ക്കെതിരെ കൊണ്ടുവരാൻ കാരണമാക്കി. മാത്രമല്ല, ഇക്കാര്യത്തിൽ ചൈനീസ് ഭരണകൂടത്തോട് ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും അതിനായി കുറച്ച് കപ്പലുകളും ഒരു ബ്രിഗേഡ് സൈനികരെയും വിട്ടു നൽകുകയും ചെയ്തു. 1809 അവസാനമാകുമ്പോഴേക്കും ഷെങ് ഇ സാവോയ്ക്കും സംഘത്തിനും സാഹചര്യങ്ങൾ കൂടുതൽ എതിരായി വന്നുകൊണ്ടിരുന്നു. പേൾ നദിയിൽ കൊള്ളകൾ നടത്തിക്കൊണ്ടിരുന്ന ഷെങ് ഇ സാവോ തന്റെ കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തിരികെ ലാൻഡോ ദ്വീപിലുള്ള ഒരു കടലിടുക്കിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നു. പക്ഷേ ലാൻഡോ ദ്വീപിൽ ഷെങ് ഇ സാവോയും സംഘവും ഉണ്ടെന്ന വിവരമറിഞ്ഞ പോർച്ചുഗീസ് സംഘം അവിടേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചു. പോർച്ചുഗീസ് കപ്പലുകളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ഷെങ് ഇ സാവോ അപകടം മണത്തു. ഉടൻ തന്നെ റെഡ് ഫ്ലീറ്റ് ക്യാപ്റ്റനായ ഷെങ് ബാവോയെ വിവരമറിയിക്കുന്നു. വിവരമറിഞ്ഞ ഉടൻ അവിടേക്ക് വന്ന ഷെങ് ബാവോയ്ക്ക് പക്ഷേ പോർച്ചുഗീസ് കപ്പലുകളെ കാണാൻ സാധിച്ചില്ല. അപകടം ഇല്ലെന്ന് മനസ്സിലാക്കി ഷെങ് ബാവോയും തന്റെ കപ്പലുകൾ അറ്റകുറ്റപ്പണികൾക്കായി ഇതേ കടലിടുക്കിലേക്ക് അടുപ്പിക്കുന്നു. അടുത്ത ദിവസം, അതായത് 1809 നവംബർ 8-ന് രാവിലെ ആയപ്പോഴേക്കും അതിശക്തമായ 6 യുദ്ധക്കപ്പലുകളുമായി ക്യാപ്റ്റൻ ഡി അൽക്കോഡോസിന്റെ നേതൃത്വത്തിൽ ഈ കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് ഉപരോധം ഏർപ്പെടുത്തി. ഇതേ സമയത്ത് തന്നെ പോർച്ചുഗീസ് സേനയ്ക്ക് സഹായത്തിനായി 100-ലധികം വരുന്ന കപ്പലുകളും യുദ്ധസജ്ജരായ സൈനികരുമായി
സൺ ക്വാൻ മൗവിന്റെ നേതൃത്വത്തിൽ ചൈനീസ് സൈന്യവും അവിടെ എത്തുന്നു. ഇവർ ഉപരോധം ഏർപ്പെടുത്തിയ ആ ഒരു വഴിയിലൂടെ മാത്രമേ ഷെങ് ഇ സാവോയ്ക്കും സംഘത്തിനും കടലിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഷെങ് ബാവോയും സംഘവും ഈ ഉപരോധം തകർക്കാൻ വേണ്ടി നടത്തിയ ആദ്യ ശ്രമങ്ങളൊക്കെ ഒന്നൊന്നായി പരാജയപ്പെട്ടു. 8-ാം തീയതി ഉപരോധം ഏർപ്പെടുത്തിയ പോർച്ചുഗീസ് ചൈനീസ് സഖ്യത്തിന് പക്ഷേ 23-ാം തീയതി ഒരു തിരിച്ചടി കിട്ടി. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചൈനീസ് കപ്പൽ ഷെങ് ബാവോയും സംഘവും പിടിച്ചെടുത്തു. അതിലുണ്ടായിരുന്ന 74 സൈനികരെയും അവർ നിഷ്കരുണം കൊല്ലുകയും ചെയ്തു. പോർച്ചുഗീസ് ചൈനീസ് സൈന്യങ്ങൾക്ക് ഈ കടലിടുക്കിലേക്ക് കയറി കടൽക്കൊള്ള സംഘത്തെ ആക്രമിക്കാൻ കഴിയില്ല. കാരണം അതൊരു ആത്മഹത്യാപരമായ പ്രവൃത്തിയായിരിക്കും. ഇത് അവർക്ക് നല്ലതുപോലെ അറിയാം. അവർ ഉപരോധം ഏർപ്പെടുത്തിയ ഇടുങ്ങിയ പ്രദേശത്തു കൂടി കൂടുതൽ കപ്പലുകൾ ഒന്നിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നൊന്നായി കപ്പലുകളെ ആക്രമിച്ച് തകർക്കാനായിരുന്നു അവരുടെ പദ്ധതി. ദിവസങ്ങൾ കടന്നുപോയി. ഉപരോധം ഏർപ്പെടുത്തിയെന്നല്ലാതെ കാര്യമായ പുരോഗതിയൊന്നും ചൈനീസ് പോർച്ചുഗീസ് സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഒരു കപ്പലും അതിലെ സൈനികരും നഷ്ടമാവുകയും ചെയ്തു. ഇതോടെ ചൈനീസ് കമാൻഡറായ സൺ ക്വാൻ മൗ ഒരു വഴി കണ്ടെത്തുന്നു. ഈ കടലിടുക്കിൽ കൂട്ടമായി നങ്കൂരമിട്ട് കിടക്കുന്ന കടൽക്കൊള്ളക്കാരുടെ കപ്പലുകൾക്കിടയിലേക്ക് ഫയർ ഷിപ്പുകളെ കടത്തിവിട്ട് കപ്പലുകൾക്ക് തീ കൊളുത്തി നശിപ്പിക്കുക. ഇതായിരുന്നു പദ്ധതി. അങ്ങനെ 1809 സെപ്റ്റംബർ 29 ഇതിനായി 43 ചൈനീസ് കപ്പലുകൾ അവർ കാലിയാക്കി. അതിലെ സൈനികരെ മറ്റ് കപ്പലുകളിലേക്ക് മാറ്റി. ശേഷം കപ്പലുകൾക്ക് തീ കൊളുത്തി ഈ കടലിടുക്കിലേക്ക്, അതായത് ഷെങ് ഇ സാവോയുടെയും സംഘത്തിന്റെയും കപ്പലുകൾക്ക് നേരെ ഒഴുക്കിവിട്ടു. ആളിക്കത്തുന്ന തീയുമായി ഒഴുകി വരുന്ന കപ്പലുകളെ കണ്ട കടൽക്കൊള്ളക്കാർ അക്ഷരാർത്ഥത്തിൽ ആദ്യം ഞെട്ടി. പക്ഷേ ഷെങ് ഇ സാവോ ഉടനെ തന്നെ ഈ ഒഴുകി വരുന്ന കപ്പലുകളെ കരയിലേക്ക് കെട്ടിവലിക്കാൻ ഓർഡറിട്ടു. ഇതോടെ ചെറുവള്ളങ്ങളിൽ ഷെങ് ബാവോയും സംഘവും ഓരോ കപ്പലുകളെയും അപകടമില്ലാത്ത ഇടത്തേക്ക് കെട്ടിവലിച്ചു മാറ്റി. ഈ സമയത്ത് കാറ്റിന്റെ ഗതി മാറി. ഉടനെ ഷെങ് ബാവോ കത്തിജ്വലിക്കുന്ന ചില കപ്പലുകളെ തിരികെ ചൈനീസ് പോർച്ചുഗീസ് കപ്പലുകൾക്ക് നേരെ ഒഴുക്കിവിട്ടു. കാറ്റിന്റെ ഗതി മാറിയതോടെ പെട്ടെന്ന് കപ്പലുകൾ മാറ്റാൻ ചൈനീസ് സൈന്യത്തിന് സാധിച്ചില്ല. ഇതോടെ 2 കപ്പലുകൾക്ക് തീപിടിച്ചു. സൈനികർ മറ്റ് കപ്പലുകളിലേക്ക് മാറിയെങ്കിലും കപ്പലുകൾ രണ്ടും അഗ്നിക്കിരയായി. ഈ തക്കത്തിന് കാറ്റിന്റെ ഗതി പ്രയോജനപ്പെടുത്തി കടലിടുക്കിൽ കിടന്ന കപ്പലുകൾ ഉപരോധം മറികടന്ന് പുറത്തേക്ക് നീക്കാൻ ഷെങ് ഇ സാവോ ഉത്തരവിട്ടു. പോർച്ചുഗീസ് ചൈന സഖ്യം ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും കാറ്റ് അവർക്ക് അനുകൂലമായിരുന്നില്ല. ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ ചൈനീസ് സഖ്യത്തിന് 74 സൈനികരെയും 3 കപ്പലുകളും നഷ്ടമായി. അതേസമയം 40 കടൽക്കൊള്ളക്കാരും 2 കപ്പലുകളും ഷെങ് ഇ സാവോയ്ക്കും നഷ്ടമായി. ഈ ഉപരോധം ഏർപ്പെടുത്തിയ 22 ദിവസങ്ങളിൽ ഈ കടലിടുക്കിന് പുറത്ത് മറ്റു ചില സംഭവങ്ങൾ നടന്നു. ചൈനീസ് ഭരണാധികാരികളായ ക്വീൻ രാജവംശം കീഴടങ്ങുന്ന കടൽക്കൊള്ളക്കാർക്ക് സമ്മാനങ്ങളും മറ്റ് സ്ഥാനമാനങ്ങളും ഒക്കെ നൽകാമെന്നും കുറ്റവിമുക്തരാക്കാമെന്നുമുള്ള ഓഫർ ചെയ്തിരുന്നു. ഇതോടെ ഒരു നല്ല വിഭാഗം കടൽക്കൊള്ളക്കാർ കപ്പൽ വിട്ട് കീഴടങ്ങാൻ തുടങ്ങി. 1810 തുടക്കത്തിൽ ഗുവാങ്ഡോങ്ങിന്റെ സർക്കാർ കടൽക്കൊള്ളക്കാരുടെ ശല്യം ഇല്ലാതെയാക്കാൻ ചർച്ചകൾ നടത്തി എല്ലാവർക്കും ഇപ്പോഴുള്ള പോലത്തെ സ്ഥാനമാനങ്ങൾ ചൈനീസ് നാവികസേനയിൽ നൽകാൻ അവർ തയ്യാറായി. മാത്രമല്ല, ഈ സമയത്ത് ബ്രിട്ടീഷ് നാവികസേനയും കടൽക്കൊള്ളക്കാർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി. കൂടാതെ പേൾ നദിക്കരയിൽ പോർച്ചുഗീസ് നാവികസേന പെട്രോളിംഗും ആരംഭിച്ചു. ഇതോടെ 1810 ജനുവരി 13 ഷെങ് ബാവോയുമായി അത്ര രസത്തിലൊന്നുമല്ലാതിരുന്ന ബ്ലാക്ക് ഫ്ലീറ്റിന്റെ ക്യാപ്റ്റൻ ഗുവോ പുഡോയി ലിയാങ് ഗുവാങ്ഡോങ്ങിന്റെ വൈസ്രോയിയായ ബായി ലിങ്ങിന്റെ മുന്നിൽ ഔദ്യോഗികമായി കീഴടങ്ങിയ ലുവോ പൊഡോയ്ക്ക് സബ് ലഫ്റ്റനന്റ് സ്ഥാനം ചൈനീസ് ഭരണകൂടം നൽകുകയും ചെയ്തു. ഷെങ് ഇ സാവോയുടെ പൈറേറ്റ് കോൺഫെഡറേഷന് സഹായങ്ങൾ നൽകിയിരുന്ന ഗ്രാമപ്രദേശങ്ങൾ ചൈനീസ് കമാൻഡറായ ബായി ലിങ്ങിന്റെ നേതൃത്വത്തിൽ കീഴടക്കി. കടലിലേക്കുള്ള ഭക്ഷണവും ആയുധ വിതരണവും ഒക്കെ ഇല്ലാതെയാക്കുകയും ചെയ്തു. 1810 ഫെബ്രുവരി 21 മക്കാവു പ്രവിശ്യയിലെ പോർച്ചുഗീസ് മജിസ്ട്രേറ്റായ ജോസ് ഡി അരിയോഗ മധ്യസ്ഥത വഹിച്ച ഒരു ചർച്ചയിൽ ഷെങ് ഇ സാവോയും ഷെങ് ബാവോയും ചൈനീസ് കമാൻഡറായ ബായി ലിങ്ങുമായി ഷെങ് ബാവോയുടെ കപ്പലിൽ വെച്ച് ഔദ്യോഗിക ചർച്ച നടത്തി. കീഴടങ്ങിയാൽ ഉപ്പു വ്യാപാരത്തിൽ പ്രവേശിക്കാനുള്ള അനുമതിയും പടിഞ്ഞാറൻ ഗുവാങ്ഡോങ്ങിലെ മറ്റ് കടൽക്കൊള്ള സംഘങ്ങളെ നേരിടാൻ 5000 പേരെയും 80 കപ്പലുകളും നിലനിർത്തി തരണമെന്നും ഷെങ് ഇ സാവോ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ആവശ്യം ബായി ലിങ് അംഗീകരിച്ചില്ല. ഇതോടെ ഈ ചർച്ച പരാജയമായി മാറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയുടെ 10 യുദ്ധക്കപ്പലുകൾ ഷെങ് ബാവോയുടെ കപ്പലുകളെ ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിൽ അപകടം മനസ്സിലാക്കി ബാവോ പിൻവലിയുകയാണ് ചെയ്തത്. ചൈന യൂറോപ്യൻ സഖ്യം ശക്തിപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ഷെങ് ഇ സാവോയും ഷെങ് ബാവോയും കീഴടങ്ങാൻ തീരുമാനിക്കുന്നു.
1810 ഏപ്രിൽ 17 ഷെങ് ഇ സാവോയും മറ്റ് 17 സ്ത്രീകളും അവരുടെ ചില കുട്ടികളുമൊക്കെയായി ഗാങ്ഷൂവിലെ ഒരു സർക്കാർ വസതിയിലെത്തി ചൈനീസ് കമാൻഡറായ ബായി ലിംഗുമായി ചർച്ച നടത്തി. ഇത്തവണ ബായി ലിംഗ് പറഞ്ഞ എല്ലാ ഡീലുകൾക്കും ഷെങ് ഇ സാവോ സമ്മതം മൂളി. അങ്ങനെ 1810 ഏപ്രിൽ 20 ഷെങ് ഇ സാവോയും ഷെങ് ബാവോയും 17,318 കടൽ കൊള്ളക്കാരും 226 കപ്പലുകളും 1,315 പീരങ്കികളും കൂടാതെ 2,798 ആയുധങ്ങളുമായി ഇന്ന് ഗുസൈവാൻ എന്നറിയപ്പെടുന്ന അന്നത്തെ ഫുറോങ് ഷോയിൽ വെച്ച് ലിങ്ങിന് മുന്നിൽ കീഴടങ്ങുന്നു. കീഴടങ്ങിയ ഷെങ് ബാവോയ്ക്ക് ചൈനീസ് ഭരണകൂടം ലെഫ്റ്റനന്റ് പദവി നൽകി. കൂടാതെ 30 കപ്പലുകൾ സ്വകാര്യ സ്വത്തായി നൽകുകയും ചെയ്തു. ഇതോടെ ഷെങ് ഇ സാവോ ഔദ്യോഗികമായി ഷെങ് ബാവോയെ വിവാഹം കഴിക്കുന്നു. കീഴടങ്ങിയ മറ്റ് കടൽക്കൊള്ളക്കാർക്ക് ചൈനീസ് ഭരണകൂടം പൊതുമാപ്പ് നൽകുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തു. ഷെങ് ഇ സാവോയ്ക്ക് കാന്റണിൽ ചൂതാട്ട കേന്ദ്രത്തോടെയുള്ള ഭൂമിയും നൽകുന്നു. ചൂതാട്ട കേന്ദ്ര നടത്തിപ്പുകാരിയായി ഷെങ് ഇ സാവോ മാറുന്നു. 1813 ഷാങ് യൂലിൻ എന്ന ഒരു മകനും പേര് ലഭ്യമല്ലാത്ത ഒരു മകളും പിന്നീട് ഷെങ് ഇ സാവോയ്ക്ക് പിറക്കുന്നു. 1822 പെങ് ഹു സേനയുടെ ചുമതലയിൽ ഇരിക്കുമ്പോഴാണ് 39-ാമത്തെ വയസ്സിൽ ഷെങ് ബാവോ മരണപ്പെടുന്നത്. ഷെങ് ബാവോയുടെ മരണശേഷം മകളുമായി ഷെങ് ഇ സാവോ ഗുവാങ്ഡോങ്ങിലേക്ക് താമസം മാറുന്നു. ശേഷം സമാധാനപരമായ ജീവിതം നയിച്ച ഷെങ് ഇ സാവോ 1844 69-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അനാഥയായി ജനിച്ചു വീണ 6-ാമത്തെ വയസ്സിൽ ലൈംഗിക തൊഴിലാളിയായി മാറിയ, പദവിക്കും സമ്പത്തിനും വേണ്ടി ഒരു കടൽക്കൊള്ളക്കാരനെ വിവാഹം കഴിച്ച, സ്വന്തം വളർത്തുമകനോടുള്ള പ്രണയം സഫലമാക്കാൻ ഭർത്താവിനെ ചതിച്ചു കൊന്ന വളർത്തുമകനെ വിവാഹം കഴിച്ച, 400-ൽ പരം കപ്പലുകളുടെയും 70,000-ത്തിലധികം വരുന്ന കടൽക്കൊള്ളക്കാരുടെയും നായികയായിരുന്ന ഷെങ് ഇ സാവോ വിറപ്പിച്ചത് ലോകശക്തികളായ പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, ചൈനീസ് സാമ്രാജ്യങ്ങളെയായിരുന്നു. ആൾബലവും കപ്പലുകളുടെ എണ്ണവും നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും ശക്തയായ കടൽക്കൊള്ളക്കാരിൽ 1-ാം സ്ഥാനം ഷെങ് ഇ സാവോയ്ക്ക് തന്നെയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോകൾ കണ്ടു കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട്. ദയവായി അതൊന്ന് ശ്രദ്ധിക്കണം. കൂടുതൽ കഥകൾ ചെയ്യാൻ എനിക്ക് അതൊരു പ്രേരണ തന്നെയാണ്. കുറവുകളും നിർദ്ദേശങ്ങളും ഉറപ്പായും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.